തിരുവനന്തപുരത്തെ നെയ്യാറ്റിൻകര നിയോജക മണ്ഡലത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയും അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്തെ DCC പ്രസിഡന്റ് കൂടിയായ എൻ ശക്തൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഇത്തവണ പിടിച്ചെടുക്കാനാവുമെന്ന് തന്നെയാണോ പ്രതീക്ഷ? ഉറപ്പായും നെയ്യാറ്റിൻകര ഇത്തവണ UDF ജയിക്കും, ഒരു സംശയവുമില്ല. നമുക്ക് ജില്ലയുടെ പല ഭാഗങ്ങളിലും പല മണ്ഡലങ്ങളിലും ചില സ്ഥാനാർത്ഥി നിർണ്ണയമായിട്ട് ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങളൊക്കെ ആദ്യഘട്ടത്തിൽ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ചിറയൻകീഴായാലും അതോടൊപ്പം തന്നെ പാറശാല ഒരാൾ ഒരു വിമതനായിട്ട് ഒരു കോൺഗ്രസ് പ്രവർത്തനം മത്സരിക്കുമെന്നൊക്കെ കേൾക്കുന്നു. അപ്പോൾ ഈ പ്രശ്നങ്ങളെ യഥാർത്ഥത്തിൽ തുടക്കത്തിൽ തന്നെ പരിഹരിച്ച് തിരഞ്ഞെടുപ്പിന് മുമ്പേ തന്നെ അതിന് രമ്യതയിൽ എത്തിക്കാനാകുമെന്ന് പ്രതീക്ഷയുണ്ടോ? ഒരു 4-5 പേര് ഒരു നിയോജകമണ്ഡലത്തിൽ സ്ഥാനാർത്ഥികളായി മത്സരിക്കാൻ യോഗ്യതയുള്ളവർ ഉള്ളപ്പോൾ ഒരാളിനല്ലേ പാർട്ടിക്ക് സീറ്റ് കൊടുക്കാൻ പറ്റൂ? അപ്പോൾ ഒരാളിനെ മത്സരിക്കാൻ പറ്റൂ. അപ്പോൾ സ്വാഭാവികമായും സീറ്റ് കിട്ടാത്ത ആളുകൾ ആദ്യം അല്പം പ്രശ്നം വരുമെങ്കിലും അതിൽ നിന്നും മാറും. സ്ക്രീനിംഗ് കമ്മിറ്റിക്ക് മുമ്പാകെ നമ്മുടെ DCCകളിൽ നിന്ന് നൽകിയ പട്ടികകൾ, സ്ഥാനാർത്ഥിയായിട്ട് ബന്ധപ്പെട്ട പട്ടികകൾ, അതിൽ ചിലയിടങ്ങളിലൊക്കെ ജാതി സമവാക്യങ്ങൾ പാലിക്കപ്പെടാതെ ചിലർക്ക് പ്രായം ഒരുപാടായവർക്ക് സ്ഥാനാർത്ഥി പട്ടികയിൽ ഉൾപ്പെടുത്തുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അത് സ്ഥാനാർത്ഥി നിർണയം വൈകിപ്പിക്കാൻ കാരണമായി എന്ന ചില വാർത്തകൾ വന്നിട്ടുണ്ട്. ജില്ലയിലും അങ്ങനൊരു വിമർശനം ജില്ല DCCക്കെതിരെ AICCയുടെ ഭാഗത്തു നിന്നും ഹൈക്കമാൻഡ് ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു നിർദ്ദേശം വന്നിട്ടില്ല. തിരുവനന്തപുരം ജില്ലയിൽ തന്നെ പ്രായമുള്ള ഇടതുപക്ഷക്കാർ ഒരുപാട് പേരുണ്ട്. അവർക്ക് ആർക്കും ഒരു പ്രശ്നമില്ല. കോൺഗ്രസ്സിൽ മാത്രം 73 74 വയസ്സായവർ ഇനി മത്സരിക്കാൻ പാടില്ല എന്ന് പറയുന്നത് ശരിയാണോ? ഇന്നും പ്രവർത്തിക്കാൻ കഴിവുള്ള, ആരോഗ്യ പ്രശ്നങ്ങളില്ലാത്ത, ജനങ്ങളിടയിൽ നിന്ന് പ്രവർത്തിക്കാൻ കഴിയുന്ന ആളുകൾക്ക് തന്നെയാണ് കോൺഗ്രസ് ടിക്കറ്റ് കൊടുത്തിരിക്കുന്നത്. അവർ ജനങ്ങളിടയിൽ നല്ല അംഗീകാരമുള്ളവരാണ്. പുതിയ തലമുറയിലുള്ളവരെയും നിർത്തണം, അവർക്ക് തന്നെ കൂടുതൽ സ്ഥാനം കൊടുക്കണം. എല്ലാ പാർട്ടികളും ഓരോ പാർട്ടിയിലും ഓരോ നിയോജകമണ്ഡലത്തിലും അവിടുത്തെ സാമുദായികമായ കാര്യങ്ങളും കൂടി കണക്കിലെടുത്തുകൊണ്ട് മാത്രമേ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കൂ. നമ്മളിപ്പോൾ എല്ലാ സമുദായത്തിലും പെട്ട ആളുകൾ ഉൾക്കൊള്ളുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. അപ്പോൾ കോൺഗ്രസ് പാർട്ടിക്ക് എല്ലാവരെയും തൃപ്തിപ്പെടുത്തേണ്ടി വരും. എല്ലാ സമുദായത്തിലുള്ളവർക്കും വരെയും തൃപ്തിപ്പെടുത്തേണ്ടി വരും. എല്ലാ സമുദായത്തിലുള്ളവർക്കും സീറ്റ് കൊടുക്കേണ്ടി വരും. അതിൻ്റെ ഭാഗമാണ്. അതിൽ അല്പസ്വല്പമൊക്കെ അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാകാം, വേറെ ഒന്നും വരില്ല. അപ്പോൾ സീറ്റ് ചോദിക്കുക സ്വാഭാവികമാണ്. കിട്ടിയില്ലെങ്കിൽ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ സഹകരിക്കും, ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കും. എന്തായാലും ധാരാളം സമുദായങ്ങളെ പരിഗണിക്കേണ്ട, അതോടൊപ്പം തന്നെ പ്രായമായവരെയും പ്രായം കുറഞ്ഞവരെയൊക്കെ ഒരുപോലെ പരിഗണിച്ച് മുന്നോട്ട് പോവേണ്ട ഒരു പ്രസ്ഥാനമാണ് കോൺഗ്രസ് എന്നും, അതോടൊപ്പം തന്നെ ഇപ്പോൾ മത്സരിക്കുന്ന നെയ്യാറ്റിൻകര നിയോജക മണ്ഡലം ഇത്തവണ എന്തായാലും കോൺഗ്രസിനൊപ്പം നിൽക്കുമെന്നാണ് DCC പ്രസിഡന്റും അതോടൊപ്പം തന്നെ നെയ്യാറ്റിൻകരയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുമായ എൻ ശക്തൻ പറയുന്നത്. അജ്മൽ ദിറാർ, 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.